അസ്സലാമു വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മ്യൂസിക്കിനെ പറ്റിയും നഷീദിനെ പറ്റിയുമാണ് പറയുന്നത്. മ്യൂസിക് ശരിക്കും ഹറാമാണോ, നഷീദ് ഹലാലാണോ എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഖുർആനിലും ഹദീസിലൊക്കെ പറയുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം മ്യൂസിക് ഹറാമാണെന്ന്. എന്നാലും ചിലരുടെയെങ്കിലും മനസ്സിൽ കാണും മ്യൂസിക് എന്തുകൊണ്ടായിരിക്കും ഹറാമായത്. ഇതിന് വ്യക്തമായിട്ടൊരു ആൻസർ അവരുടെ മനസ്സിലില്ലാത്തത് കൊണ്ട് അവർ വിചാരിക്കും മ്യൂസിക്കൊക്കെ ഹലാലായിരിക്കും, അതുകൊണ്ട് മ്യൂസിക് കേൾക്കുന്നതിലൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ മ്യൂസിക് കേൾക്കും. ഇനി നമുക്ക് നോക്കാം ഖുർആനിലും ഹദീസിലും മ്യൂസിക് ഹറാമാണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഫസ്റ്റ് തന്നെ നമുക്ക് ഖുർആനിൽ നിന്നുള്ള തെളിവ് നോക്കാം. സൂറത്തുൽ ലുക്മാനിലെ 6-ാമത്തെ ആയത്താണ് ഫസ്റ്റത്തെ ഇതിനുള്ള തെളിവ്. وَمِنَ النَّاسِ مَنْ يَشْتَرِي لَهْوَ الْحَدِيثِ لِيُضِلَّ عَنْ سَبِيلِ اللَّهِ بِغَيْرِ عِلْمٍ وَيَتَّخِذَهَا هُزُوًا أُولَٰئِكَ لَهُمْ عَذَابٌ مُهِينٌ. യാതൊരു അറിവുമില്ലാതെ ദൈവമാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുവാനും അതിനെ പരിഹാസ്യമാക്കി തീർക്കുവാനും വേണ്ടി വിനോദ വാർത്തകൾ വിലയ്ക്ക് വാങ്ങുന്ന ചിലർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അത്തരക്കാർക്കാണ് അപമാനകരമായ ശിക്ഷയുള്ളത്. ഒരുപാട് സ്കോളേഴ്സും ഈ ആയത്ത് മ്യൂസിക്കിനെ കുറിച്ചൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലിപ്പോൾ വരുന്നതായിരിക്കും മ്യൂസിക് കേട്ടെന്നും പറഞ്ഞിട്ട് ഞാൻ അള്ളാഹുവിനെ മറക്കുന്നില്ല, ഞാൻ കറക്റ്റായിട്ടൊക്കെ നിസ്കരിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഈ മ്യൂസിക്കൊക്കെ കേൾക്കുന്നവർ ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കൂ സ്വയമായിട്ട്. നമ്മൾ മ്യൂസിക് കേൾക്കുന്ന സമയം നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുമോ? മ്യൂസിക് കേൾക്കുന്ന ഒരുപാട് പേരുടെയും മനസ്സിൽ വരുന്നത് ഹറാമായ ചിന്തകളും പിന്നെ ഈ ലോകത്തിലെ സന്തോഷങ്ങളും നല്ല നല്ല ഒരുപാട് നിമിഷങ്ങളും ഒക്കെ ആയിരിക്കും വരുന്നത്. ഈ സമയത്ത് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക പോലും ഇല്ല. ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മ്യൂസിക് കേൾക്കുമ്പോൾ എനിക്ക് നല്ല സമാധാനം കിട്ടും, എൻ്റെ സ്ട്രെസ്സൊക്കെ കുറയും, അതുകൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴോ സ്ട്രെസ്സ് പിടിച്ചിരിക്കുമ്പോഴൊക്കെ മ്യൂസിക് എടുത്ത് കേൾക്കും, അപ്പോൾ എനിക്ക് സമാധാനവും നല്ല ഉറക്കമൊക്കെ കിട്ടാറുണ്ടെന്ന്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ മുസ്ലിംസ് അള്ളാഹുവിൽ നിന്നല്ലേ നമ്മുടെ സന്തോഷവും സമാധാനവും ഒക്കെ കണ്ടെത്തേണ്ടത്. അതിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ വേറൊരു കാര്യത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് മ്യൂസിക്കിനെ പറ്റിയും കൂടെയാണ്. അപ്പോൾ ചിലരുടെ മനസ്സിലെങ്കിലും വരുന്നൊരു ചിന്തയായിരിക്കും ഈ ആയത്തിൽ വ്യക്തമായിട്ട് മ്യൂസിക് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ മ്യൂസിക് ഹലാലായിരിക്കും, ഹറാമായിരിക്കത്തില്ല എന്ന്. ഇനി നമുക്ക് ഹദീസിലുള്ള ഒരു തെളിവ് നോക്കാം. സ്വഹീഹ് അൽ ബുഖാരിയിലെ ഹദീസ് 5590 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചിലർ വിചാരിക്കും മദ്യപാനവും വ്യഭിചാരവും സിൽക്ക് പട്ടുവസ്ത്രങ്ങൾ ധരിക്കുന്നതും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും എല്ലാം ഹലാലാണെന്ന്. ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും മ്യൂസിക് ഹറാമാണെന്ന്. നമ്മൾ പലരുടെയും മനസ്സിൽ ഇപ്പോൾ വരുന്ന ചിന്തയായിരിക്കും അപ്പോൾ ദഫും ഹറാമല്ലേ എന്ന്. ദഫ് അനുവദനീയമായിട്ട് സ്വഹീഹ് അൽ ബുഖാരിയിലെ ഹദീസ് 952 സുനാൻ ഇബ്നു മാജയിലെ ഹദീസ് 1896 പറയുന്നുണ്ട്. ദഫ് അനുവദനീയമായിട്ടുള്ളത് പെരുന്നാളിനും പിന്നെ വിവാഹത്തിനുമാണ്. മ്യൂസിക്കൊക്കെ ഒഴിവാക്കി ഒരുപാട് പേരും നഷീദ്സ് കേൾക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ നഷീദ്സ് എല്ലാം ഹലാലാണോ? അല്ല. ഫസ്റ്റ് നമ്മൾ എന്താണ് നഷീദ്സ് എന്ന് മനസ്സിലാക്കണം. നഷീദ്സ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാത്ത ഇസ്ലാമിക് സോങ്സ് ആണ്. നമ്മളെല്ലാവരും വിചാരിക്കും നഷീദ്സൊക്കെ ഹലാലാണ്, അപ്പോൾ എല്ലാ നഷീദ്സും നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നമ്മൾ നഷീദ്സ് എല്ലാം കേൾക്കും. നമ്മൾ മനസ്സിലാക്കണം, എല്ലാ നഷീദ്സും ഹലാലല്ല, ഹറാം നഷീദ്സും ഉണ്ട്. അപ്പോൾ ഈ നഷീദ്സ് ഹലാലാവുന്ന കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാത്തതായിരിക്കണം. ഹ്യൂമൻ വോയിസ് മാത്രമേ അതിൽ ഉണ്ടാവാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം ലിറിക്സ് ക്ലീൻ ആയിരിക്കണം. അതായത് വൾഗാരിറ്റിയോ അല്ലെങ്കിൽ ഹറാം ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യരുത്. വരികളെല്ലാം നല്ല വ്യക്തമായ മീനിങ് ഉള്ളതായിരിക്കണം. എല്ലാം ഹലാലായ കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കണം. അള്ളാഹുവിനോട് നമ്മളെ അടുപ്പിക്കുന്നതായിരിക്കണം. മൂന്നാമത്തെ കാര്യം മ്യൂസിക് ലൈക്ക് എഫക്ട്സ് നമ്മൾ കൊടുക്കാൻ പാടില്ല. അതായത് നമ്മുടെ വോയിസിനെ തന്നെ എന്തെങ്കിലും എക്യുപ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി മ്യൂസിക്കിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് പാടില്ല.
ഹമ്മിങ്ങും എക്കോയിങ്ങും ഒന്നും കുഴപ്പമില്ല. അതായത് എക്കോയിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ പാടുന്നെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരാൾ അതിൻ്റെ വോളിയം കുറച്ച് പാടുന്നു. ഹമ്മിങ് എന്ന് പറയുമ്പോൾ വേറൊരാൾ ഈണം കൊടുക്കുന്നു. അല്ലാതെ നമ്മൾ നമ്മുടെ വോയിസിനെ തന്നെ വേറൊരു എക്യുപ്മെൻ്റ് സഹായത്തോടു കൂടി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഹറാമാണ്. ചില ഘട്ടത്തിലൊക്കെ ഈ നഷീദ്സ് ഹലാലാണെങ്കിൽ തന്നെ കേൾക്കുന്നത് തെറ്റായിട്ട് വരും. എങ്ങനത്തെ ഘട്ടത്തിലാണെന്ന് വെച്ചാൽ ചിലർക്ക് ഈ നഷീദ്സ് പിന്നെ അങ്ങ് അഡിക്ഷനായിട്ട് മാറും. അവരവരുടെ നല്ല സമയങ്ങളെല്ലാം നഷീദ്സ് കേട്ടങ്ങ് തീർക്കും. അങ്ങനെ നിസ്കാരങ്ങളുടെ സമയങ്ങൾ താമസിച്ച് നിസ്കാരങ്ങൾ നഷ്ടപ്പെടും. നഷീദ്സ് കേൾക്കുന്ന സമയങ്ങളിൽ ഹറാമായ ചിന്തകൾ വരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് നമുക്ക് നഷീദ്സ് കേൾക്കുന്നത് ഹറാമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നമ്മൾ നഷീദ്സിൽ അഡിക്റ്റ് ആവരുത്. നമ്മൾ അള്ളാഹുവിലോട്ട് അടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നഷീദ്സ് കേൾക്കണം. അല്ലാതെ നമ്മൾ നല്ല സമയങ്ങളിൽ പാഴാക്കി കളയാനോ ഒന്നിനും നമ്മൾ കേൾക്കല്ല നഷീദ്സ്. സ്ത്രീകൾക്ക് നോൺ മെഹ്റംസ് കേൾക്കുന്ന വിധം നഷീദ്സ് ആയാലും പാടാൻ പറ്റത്തില്ല. കാരണം സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, സ്ത്രീകൾ ഒരിക്കലും നോൺ മെഹ്റംസിൻ്റെ അടുത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ലെന്ന്. അപ്പോൾ എന്തായാലും പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ശബ്ദം പുറത്ത് വരുന്നത്. അപ്പോൾ ഒരിക്കലും സ്ത്രീകൾക്ക് നോൺ മെഹ്റംസിൻ്റെ മുമ്പിൽ പാടാൻ പറ്റത്തില്ല. സ്ത്രീകളുടെ വോയിസ് ഔറത്താണോ എന്ന് ചോദിച്ചാൽ സ്ത്രീകളുടെ യഥാർത്ഥ വോയിസ് ഔറത്തല്ല. പക്ഷേ അവരിപ്പോൾ മനഃപൂർവ്വം സോഫ്റ്റ് ആക്കിയിട്ടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അത് ഔറത്താണ്. ഇനി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മ്യൂസിക്കും നഷീദ്സൊക്കെ കേൾക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം. മ്യൂസിക് നമ്മൾ ഒരിക്കലും കേൾക്കാനേ പാടില്ല. നഷീദ്സ് ആണെങ്കിൽ അതിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടൊക്കെ കേൾക്കാനും പാടുള്ളൂ. ചിലരൊക്കെ പറയുന്നത് കാണാം മ്യൂസിക് അഡിക്ഷനാണ്, എത്ര മ്യൂസിക് കേൾക്കണ്ട എന്ന് വിചാരിച്ചാൽ കേട്ടു പോകുമെന്ന്. എങ്ങനെ നമുക്ക് മ്യൂസിക്കിൻ്റെ അഡിക്ഷൻ മാറ്റാമെന്ന് വെച്ചാൽ നമ്മൾ ഖുർആൻ റെസിറ്റേഷൻസ് കേൾക്കണം. അപ്പോൾ നമുക്ക് അള്ളാഹുവിലോട്ട് കൂടുതൽ അടുപ്പവും വരും. ഇനിയിപ്പോൾ മ്യൂസിക് കേട്ടാൽ സ്ട്രെസ്സൊക്കെ പോയി സമാധാനമൊക്കെ വരുമെങ്കിൽ നിങ്ങൾ ഖുർആൻ റെസിറ്റേഷൻ ഒന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും. ഖുർആൻ റെസിറ്റേഷൻ കേട്ടാൽ നമ്മൾ മ്യൂസിക് കേൾക്കുന്നതിനെക്കാട്ടി നല്ലതായിട്ട് നമ്മുടെ സ്ട്രെസ്സും പോവും, നമുക്ക് സമാധാനവും കിട്ടും, നല്ല ഉറക്കവും കിട്ടും. മ്യൂസിക്കിൽ നല്ല അഡിക്ഷനായവർക്ക് ചിലപ്പോൾ ഫസ്റ്റ് തന്നെ ഖുർആൻ റെസിറ്റേഷൻ മൊത്തത്തിലായിട്ട് കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അവർ ഫസ്റ്റ് ചെയ്യേണ്ടത് മ്യൂസിക്കെല്ലാം മാറ്റിയിട്ട് നഷീദ്സ് കേൾക്കണം, ഹലാലായ നഷീദ്സ്. ഹലാലായ നഷീദ്സും ഇങ്ങനെ മ്യൂസിക് പോലെ കേൾക്കുന്നത് നല്ലതല്ല, എന്നാലും മ്യൂസിക്കിൻ്റെ അഡിക്ഷൻ മാറ്റാനായിട്ട് കേൾക്കണം. എന്നിട്ട് നഷീദ്സ് മാറ്റി നമ്മൾ ഖുർആൻ റെസിറ്റേഷൻസിലോട്ട് വരണം. ഒരിക്കലും മ്യൂസിക്കിനെ പോലെ നമ്മൾ നഷീദ്സും ഇങ്ങനെ കേൾക്കാൻ പാടില്ല ഹലാലാണെങ്കിലും. പിന്നെ കുറേ കമൻസിൽ എൻ്റെ അടുത്ത് കുറേ ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോകളിലായിട്ട് ആൻസർ പറഞ്ഞു തരാം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഖുർആനിക് ആയത്തുകളും ഹദീസുകളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഖുർആനിക് ആയത്തും ഹദീസൊക്കെ പറയുമ്പോൾ നമ്പരും കൂടെ പറയാറുണ്ട്. അതൊക്കെ വെച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ഇസ്ലാമിനെ കുറിച്ച് പുതിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിക്കുന്നെങ്കിൽ നിങ്ങളത് സ്വയമേ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് വേണം വിശ്വസിക്കാൻ. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കേൾക്കുന്നത് അതുപോലെ വിശ്വസിക്കാൻ പാടില്ല. നമുക്ക് എന്ത് പുതിയ അറിവ് ലഭിച്ചാലും നമ്മൾ സ്വയമായിട്ട് മനസ്സിലാക്കണം. പുതിയതായിട്ടുള്ള എന്നല്ല, നമുക്കിപ്പോൾ അറിവുള്ളതായിട്ടുള്ള കാര്യമായാലും നമ്മളതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ അത് കൾച്ചർ ബേസ്ഡ് ആയിരിക്കും. നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് സ്വയമായിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇസ്ലാം വളരെ സിമ്പിളായിട്ടുള്ള മതമാണെന്ന്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ഒരുപാടുമില്ല. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങൾ പഠിക്കാമെന്ന്. ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്കും എളുപ്പത്തിൽ മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നതെന്ന്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.